തെമ്മാടിത്തമ്പുരാൻ ഭാഗം 23. രചന അവതരണം ദിവ്യരാജ്. ഇതാ എൻ്റെ ഉണ്ണിയുടെ കുട്ടി. മാറി നിന്ന അമ്പിളിയെ കണ്ടതും സുഭദ്ര തമ്പ്രാട്ടി പരിചയപ്പെടുത്തി. ആ പെൺകുട്ടിയും കാർന്നൂരും അവളെ നോക്കി നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു. അതേ പുഞ്ചിരി അവളും തിരിച്ചു നൽകി. ഇത് സന്ധ്യാലക്ഷ്മി, വലിയ ഡാൻസറാ. തെക്കയിലെ നമ്മുടെ പഴയ വീടും പുരയിടവും വാടകയ്ക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു വന്നതാ. ഈ കുട്ടിക്ക് ആടെ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങാൻ മോഹമുണ്ടത്രേ. സുഭദ്ര തമ്പ്രാട്ടി അമ്പിളിയോടായി പറയുമ്പോൾ മെല്ലെയൊന്ന് ചിരിച്ചേയുള്ളവൾ. ഞാൻ ഉണ്ണിയോടുകൂടി ഒന്ന് സംസാരിക്കട്ടെ. അവിടമാകെ കാടും പടപ്പുമായി കിടക്കുക. ആരെയെങ്കിലും കൊണ്ട് ഒക്കെ വെട്ടി വെടിപ്പാക്കണം. അതുമല്ല, വീട്ടിനകവും പൊടിയും മാറാലയും പിടിച്ച് വൃത്തികെട്ട് കിടപ്പുണ്ടാവും. അതും ഒന്ന് തെളിച്ചെടുക്കണം. എന്നാലേ വാസയോഗ്യാവൂ. തൽക്കാലം നിങ്ങൾ രാമൻ പറഞ്ഞ ആ വീട്ടിൽ താമസിക്കൂ. 2 ആഴ്ച കൊണ്ട് ഒക്കെ നേരെയാക്കിക്കോളാം ഞാൻ. അവരത് പറയുമ്പോഴൊക്കെ ആ പെൺകുട്ടിയുടെ മറഞ്ഞും തെളിഞ്ഞുമുള്ള നോട്ടം അമ്പിളിയിൽ വീഴുന്നുണ്ടായിരുന്നു. വീണ്ടും എന്തൊക്കെയോ പറയുന്നത് കേട്ട് നിൽക്കാൻ സാവകാശം കാട്ടാതെ അടുക്കളയിലേക്ക് കയറിയവൾ രുധിന്റെ പാകത്തിന് കടുപ്പത്തിലുള്ള കട്ടനുണ്ടാക്കി ഫ്ലാസ്കിൽ വെച്ച ശേഷം തങ്ങൾക്ക് 3 പേർക്കുമായി പാൽ ചായ ഇട്ട് വെച്ചവൾ പുറത്ത് ചായ വേണമെന്ന് ഓർത്ത് ചോദിക്കാൻ ചെല്ലുമ്പോൾ അവരൊക്കെ പോയിരുന്നു. പിന്നെ ഒരു ഗ്ലാസ്സിൽ ചൂട് ചായ എടുത്ത് സുഭദ്രയ്ക്ക് കൊണ്ടുകൊടുത്തു. അമ്മ ഉണരാൻ വൈകും. മോള് വിളിക്കാൻ നിൽക്കണ്ട. ചായ ഫ്ലാസ്കിൽ വെച്ചിരുന്നാൽ മതി, എടുത്തു കുടിച്ചോളും. അതിന് ഒന്ന് തലയാട്ടിക്കൊണ്ട് പുഞ്ചിരിച്ചവർ. ഉണ്ണി ഇന്നലെ കുടിച്ചിട്ടാണോ കയറി വന്നത്? കുടിച്ചു കാണുമെന്ന് ചിന്തിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, കുടിച്ചില്ലായിരുന്നു. എന്നോട് സത്യം ചെയ്തിട്ടൊക്കെയാ പോയെ. കൂട്ടാരെ കാണുമ്പോൾ ഒക്കെ മറക്കുന്ന കരുതിയെ. പക്ഷേ ചെറുചിരിയോടെ പറഞ്ഞു നിർത്തുമ്പോഴും അവരുടെ മുഖം തെളിഞ്ഞില്ല. ഇതങ്ങ് തുടർന്നാൽ മതിയായിരുന്നു കുട്ടിയെ. ഇടയ്ക്കൊക്കെ ഇതുമാതിരി കുടിക്കാണ്ട് വരുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നും. അതിനും വേണ്ടി പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ കുടിച്ച് 4 കാലിലാവും കയറി വരിക. അത് കേട്ടതും അവളുടെ മുഖം മങ്ങി. കുട്ടിയെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. എപ്പോഴും ഓനിൽ ഒരു നിയന്ത്രണം വേണം. ഓൻ്റെ തോന്നിയാസത്തിന് പോവാൻ അനുവദിക്കരുത്. എന്നാ ഒക്കെ ഒരു മയത്തിലുമാവണം. ഓനെ അങ്ങനെ കൊണ്ടുപോവാനേ ഒക്കൂ. അവൾ കൊണ്ടുകൊടുത്ത ചായ ചുണ്ടോടടുപ്പിച്ചവർ. അത് പറയുമ്പോൾ ദീർഘമായൊന്ന് നിശ്വസിച്ചു അമ്പിളി. വിറക് പുരേന്ന് വലിയ കഷ്ണങ്ങൾ നോക്കി 3ഓ 4ഓ കഷ്ണം വിറക് തിരഞ്ഞിട്ടിട്ട് അതെടുക്കാൻ കുനിഞ്ഞതും അരയിലൂടെ ചുറ്റിയ 2 കരങ്ങൾ അവളെ ഉയർത്തിയെടുത്തിരുന്നു. രുധിയേട്ടാ, ഇത്തിരി കഷ്ടാട്ടോ. കാലത്ത് ജോലി ചെയ്യാനും സമ്മതിക്കില്ലേ മനുഷ്യനെ? കള്ള പരിഭവം നടിച്ച് അവളത് പറയുമ്പോഴേക്കും ചുമരോട് ചേർത്ത് നിർത്തി രുധിനവളെ. ഇത് വല്ലാത്ത കഷ്ട എൻ്റെ ദേവി. രാവിലെ അടിയനീ മുഖമൊന്ന് ദർശിക്കണമെങ്കിൽ ചായപ്പോ വിറകുപുരയോ തേടി വരണം അല്ലേ? കൂർപ്പിച്ചു നോക്കിയവൻ. സാധാരണ ഉണരാൻ വൈകൂല്ലോ. ഇന്നും അങ്ങനെയാവുന്ന് കരുതി അതാ വരാഞ്ഞേ. കവളിൽ തഴുകി താഴേക്ക് അരിച്ചിറങ്ങാൻ വെമ്പിയ അവൻ്റെ വിരലുകളെ പിടിച്ചു മാറ്റിയവൾ നീരസത്തോടെ വീണ്ടും ഒന്ന് കൂർപ്പിച്ചു നോക്കി രുധിനവളെ. നിനക്കിപ്പോ അഹങ്കാരം ലേശം കൂടനുണ്ടേ. ഇത്തിരി കനത്തിൽ പറയുമ്പോൾ ചിരി പൊട്ടി അവൾക്ക്. എന്തേ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അവൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്തവൾ. എന്താന്ന് അറിയില്ലേ? കനപ്പിച്ചൊന്ന് നോക്കിയിട്ടും ഇല്ലെന്ന് തലയാട്ടിയവൾ. ഞാൻ തൊടുമ്പോഴും പിടിക്കുമ്പോഴും ഒരു കുതറിമാറ്റവും തടയലും. നിക്കത് പിടിക്കണില്ലാട്ടോ പെണ്ണെ. അവളുടെ ചുവന്നു തുടുത്ത മൂക്കിൻ തുമ്പിൽ മൂക്കുരസിവൻ. എൻ്റെ തമ്പുരാനും വഷളത്തരം ഇത്തിരി കൂടുതലാണേ. ഞാൻ വ്രതത്തിലാണെന്നോ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം എന്നോ ഓർക്കാതെയാ ഓരോന്നും കാട്ടിക്കൂട്ടണത്. ശാസനയോടെ അവനെ നോക്കിയതും. ഇത്രേ സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ, അതും എൻ്റെ ഭാര്യയെ കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനാടി അടങ്ങിയിരിക്കണേ? അതിനൊന്നും നിക്ക് പറ്റില്ല. അതിന് മെല്ലെ ഒന്ന് ചിരിച്ചു അമ്പിളി.
എനിക്ക് രാവിലെ ഒരു കട്ടൻ പതിവാ. അതൊന്ന് എടുത്തു തരാനോ എൻ്റെ കാര്യം നോക്കാനോ എൻ്റെ ഭാര്യയ്ക്ക് നേരല്ല. ഉം പറഞ്ഞിട്ടെന്താ? പരിഭവത്തോടെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും പിന്നിലൂടെ ചെന്നവനെ പുണർന്നു അമ്പിളി. അതിനും പരിഭവിക്കണ്ട, ഞാൻ എടുത്തു തരാം. രുധിയേട്ടൻ വരൂ കേട്ടോ. അവനിൽ നിന്നും മാറിയതും അവളെ മാറോടടക്കി പിടിച്ചിരുന്നവൻ പിടച്ചിലോടെ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ മെല്ലെ മുഖം കുനിച്ച ചെന്താമര അധരങ്ങളെ കവർന്നു. അനുസരണയില്ലാതെ അവളുടെ ഉടലിലൂടൊഴുകി നടന്ന അവന്റെ കരങ്ങളെ തടഞ്ഞു വെച്ചില്ലവൾ. ഇത്തിരി നോവിച്ചും ഒത്തിരി ലാളിച്ചും അവ അവളുടെ ഉടലാഴങ്ങളിൽ അറിഞ്ഞുകൊണ്ടിരുന്നു. കഴുത്തിനും തോളിനുമിടയിൽ അവന്റെ മുഖം ചേർന്നതും ഏങ്ങിപ്പോയിരുന്നവൾ. അവന്റെ നാവും പല്ലും അവിടെ അമർന്നുണ്ടായ നോവിൽ പരസ്പരം മറന്നൊരു ശീൽക്കാരം അവളിൽ ഉടലെടുത്തു. മറന്നൂടെ ഈ വ്രതം? നിക്കിനിയും പിടിച്ചു നിൽക്കാൻ വയ്യാ പെണ്ണെ. കിതപ്പോടെ പറയവേ ഞെട്ടലോടെ അരുതൊന്ന് തലയാട്ടിക്കൊണ്ട് അവനിൽ നിന്ന് അകലാനൊരു പാഴ്ശ്രമം നടത്തിയവൾ. വിട്ടുമാറാതെ മുറുകെ പുണർന്നേയുള്ളൂ രുധിൻ. പ്ലീസ്, കെഞ്ചിയതെ വല്ലാത്തൊരു ഭയമായിരുന്നു അവളിൽ, അവന്റെ മുഖത്തെ തീക്ഷ്ണത കണ്ടിട്ട്. വേണ്ട രുധിയേട്ടാ, ഈശ്വര കോപണ്ടാവും. നിക്ക് വേണ്ടി കാത്തൂടെ? മെല്ലെ ചോദിക്കവേ ഇത്തിരി ദേഷ്യത്തിൽ അവളെ പിടിച്ചു മാറ്റി മുന്നോട്ട് നടന്നവൻ. രുധിയേട്ടാ, ഒന്ന് നിന്നേ. പിന്നാലെ ചിന്നെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല. അവളെ മാറ്റി ഒതുക്കിയിട്ടിരുന്ന വിറകിൻ കഷ്ണങ്ങളൊക്കെ പെറുക്കിയെടുത്ത് മുന്നോട്ട് പോയേയുള്ളവൻ. ഒരു നിമിഷം അമ്പരപ്പോടെ നോക്കി നിന്നേയുള്ളൂ അമ്പിളി. ആവശ്യപ്പെടാതെ തന്നെ ആ വിറകിൻ കഷ്ണങ്ങൾ എടുത്തുകൊണ്ടു പോകുന്നവനെ ചെറുചിരിയോടെ നോക്കി നിന്നവൾ. ഇതൊക്കെ കുഞ്ഞു കാര്യമാ, പക്ഷേ നിക്ക് ഇതൊക്കെ വലുതാ എൻ്റെ തമ്പുരാനെ. ഞാൻ കെഞ്ചാതെയും പറയാതെയും എന്നോട് കാട്ടണ ഈ കരുതല ഞാൻ ഏറെ കൊതിക്കണതും. ഈ ഹൃദയത്തിലേക്കങ്ങ് കേറിക്കൂടുക എൻ്റെ തമ്പുരാൻ. ഒരുപാട് ഇഷ്ടമാ നിക്ക് ഈ തെമ്മാടി തമ്പുരാനെ. മെല്ലെ പിറുപിറുത്തവൾ. കട്ടനുമായി റൂമിലേക്ക് ചെല്ലുമ്പോൾ ആള് എവിടേക്കോ പോവാൻ തയ്യാറെടുക്കുവാണ്. അവൾ കയറി ചെല്ലണതറിഞ്ഞും അറിഞ്ഞ ഭാവം കാട്ടാണ്ട് തിരിഞ്ഞു നിന്ന് ചെയ്യുന്നത് തുടർന്നേയുള്ളവൻ. പിണക്കാണോ തമ്പുരാൻ? കുസൃതി നിറഞ്ഞൊരു ചിരിയോടെ ചോദിച്ചുകൊണ്ട് കട്ടൻ അവന് നേരെ നീട്ടി. അവളുടെ മുഖത്ത് പോലും നോക്കാതെ കട്ടൻ വാങ്ങാൻ കൈനീട്ടുമ്പോൾ കുസൃതിയോടവൾ അത് പിന്നിലേക്ക് വലിച്ചു. എന്നോട് പിണക്കം? എൻ്റെ ചായ വേണം അല്ലേ? ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചവൾ. ആ, നിക്ക് പിണക്കം നിന്നോട് മാത്രമേ ഉള്ളൂ, ചായയോടില്ല. ഇത്തിരി കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് ചായ അവളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി കുടിക്കാൻ തുടങ്ങി. കുറുമ്പൻ പരിഭവിച്ചിരിക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും നാരായണീയത്തിലെ ഈ തമ്പുരാനെ കാണാൻ വല്ലാത്ത ചേല് തന്നെ. അവനെ ശുണ്ഠി പിടിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞതും. ചേലുള്ള വേറെ ചിലതും കാട്ടിത്തരണം എന്നുണ്ട്, പക്ഷേ അതിനുള്ള അവസരം നീ തരണില്ലല്ലോ. ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ടുള്ള അവന്റെ ആ പറച്ചില് കേട്ടതെ ചമ്മലോടെ മുഖം താഴ്ത്തിയവൾ. ചീ, വഷളൻ. ചുണ്ടു കൂർപ്പിച്ച് പറയുമ്പോൾ അരയിലൂടെ കൈ ചേർത്തവളെ തന്നിലേക്ക് അടുപ്പിച്ചു രുധിൻ. വഷളത്തരം എന്താന്ന് എൻ്റെ ദേവി അറിയാൻ പോണേയുള്ളൂ. നിന്റെ വ്രതമൊന്ന് കഴിഞ്ഞോട്ടെ. മീശയൊന്ന് കടിച്ചു പിടിച്ച് വശ്യതയോടെ പറഞ്ഞവൻ. ചമ്മലോടെ മുഖം താഴ്ത്തി നിന്നേയുള്ളവൾ. ഇപ്പോ എങ്ങടാ? അവളിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് ടേബിളിന് മുകളിലിരുന്ന ഫോൺ കയ്യിലെടുത്തതും ചോദ്യമെത്തി. ടൗണിൽ പോവാടി, ചരക്കെടുക്കണം, ഒക്കെ കഴിഞ്ഞിരിക്കുക. ആലസ്യമായി അവനത് പറയുമ്പോൾ വലിയ സന്തോഷം തോന്നി അവൾക്ക്. നീ ഞങ്ങളുടെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വന്നിട്ടുണ്ടോ? കബോർഡ് തുറന്ന് ചെക്ക് ബുക്ക് കയ്യിലെടുത്ത് തുറന്നു നോക്കുന്നതിനിടെ ചോദിച്ചവൻ. ഡ്രസ്സൊക്കെ എടുക്കാൻ വല്ലപ്പോഴുമൊക്കെ പോയിട്ടുണ്ട്. എന്നാ എൻ്റെ പെണ്ണിനി ഡ്രസ്സ് എടുക്കാൻ മാത്രമായിട്ട് അങ്ങോട്ട് പോവണ്ട. ആ ഷോപ്പിൻ്റെ കാര്യകാരത്തിയായിട്ട് പോവാൻ തയ്യാറായിക്കോ. അവളെ നോക്കാതെ പറഞ്ഞതും രുധിയേട്ടൻ ഇതെന്താ പറയണേ? സംശയം അകലാതെ അവനെ നോക്കി. ഒക്കെ ഞാൻ വന്നിട്ട് പറയാം, വിശദീകരിച്ച്. നിൽക്കാൻ ഇപ്പോൾ എനിക്ക് സമയമില്ല. എടുക്കേണ്ടതൊക്കെ എടുത്ത് റൂം വിടുമ്പോഴും അവനെ തന്നെ നോക്കി നിന്നവൾ. ലച്ചു മോളെ, ഇത് തീക്കളിയാ. അയാള് നിന്നെ കണ്ടാൽ അഥവാ തിരിച്ചറിഞ്ഞാൽ
എന്താവുമെന്ന് അറിയില്ല എനിക്ക്. ദൂരെയായി കാണുന്ന കുന്നിലേക്ക് നോട്ടം പായിച്ചു നിൽക്കുന്ന സന്ധ്യാലക്ഷ്മിയെ നോക്കി ആ വൃദ്ധൻ ആദിയോടെ പറഞ്ഞു. മുത്തച്ഛൻ ഒന്നും ഓർത്ത് ആവലാതിപ്പെടേണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. വിടില്ല ഞാൻ അയാളെ. എന്നെ ദ്രോഹിച്ചതിനും ചെയ്തു കൂട്ടിയ ആ മഹാപാതകത്തിനും കണക്ക് പറയിപ്പിക്കും ഞാൻ. അതിനു വേണ്ടിയാ ഇത്ര വർഷവും കാത്തിരുന്നത്. അവൻ്റെ കണ്ണു മുന്നിൽ പോലും വരാതെ മാറി നിന്നത്. നഷ്ടങ്ങൾ എനിക്ക് മാത്ര. ഇത്ര നാളും ഒരു ദിവസം പോലും മനസമാധാനായിട്ട് ഉറങ്ങാൻ എനിക്ക് പറ്റിയിട്ടില്ല. അവനുള്ള കണക്ക് തീർത്താലേ എനിക്ക് സമാധാനാവൂ. കൊല്ലണം ആ നായയെ. അതിനു മുന്നേ അവൻ ചെയ്തു കൂട്ടിയത് ഈ നാട്ടാർ മുഴുവൻ അറിയണം. പുഴുത്ത പട്ടിയെ തല്ലി ഓടിക്കണ പോലെ ഈ നാട്ടാരും അവൻ്റെ വീട്ടുകാരും തല്ലി ഓടിക്കണം. വല്ലാത്തൊരു ഭാവത്തിൽ അവൾ പുലമ്പി. തുടരും. പ്രിയപ്പെട്ടവരെ, അഭിപ്രായങ്ങൾ കൂടി പറയണേ. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്